Hi everyone, welcome back. Myself Alex Tharun, Assistant Professor in Department of Civil Engineering. അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. 6th സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗ്. KTUവിലെ 6th സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2 എന്നുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ സിലബസ്, ക്വസ്റ്റ്യൻ പാറ്റേൺ, ക്രെഡിറ്റ്, അപ്പം അങ്ങനത്തെ കുറച്ച് ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോ മുതൽ നമുക്കിതിൻ്റെ ലെക്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സെമസ്റ്ററിൽ, അതായത് S5 സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പഠിച്ച ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 1ന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് DCS 2 എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് 6 മൊഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൊഡ്യൂളിലും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ക്രെഡിറ്റ് നോക്കാം, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് എളുപ്പം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2, അതിൻ്റെ കോഡ് CE 304, ക്രെഡിറ്റ് 3 ആണ് വരുന്നത്. പിന്നെ ഇത് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 1 എന്ന് പറയുന്ന S5 പേപ്പറിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു പേപ്പർ DCS 2 എന്ന് പറയുന്ന പേപ്പർ വരുന്നത്. അപ്പോൾ DCS 1 നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങൾ DCS 2 ആപ്ലിക്കബിൾ ആണ്. അതായത് AST കണ്ടുപിടിക്കുന്നത്, മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്, കവർ കൊടുക്കുന്നത്, ഡീറ്റെയിലിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ആവശ്യമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ അതൊന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കോഴ്സിൽ കംപ്ലീറ്റ് കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതാണ് കോഴ്സിൻ്റെ പേര് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് റെഫറൻസ് ടെക്സ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 റെഫറൻസ് ടെക്സ്റ്റാണ് ഇതിന് വരുന്നത്. KTU പറയുന്നത് ഒന്നാമത്തത് N കൃഷ്ണരാജുവിൻ്റെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ പേര്. ഇതതിൻ്റെ ഓതർ നെയിമാണ്, N കൃഷ്ണരാജുസ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. അടുത്തത് പിള്ളൈ ആൻഡ് മേനോൻസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഡിസൈൻ. മൂന്നാമത്തത് BC പുന്നമയാസ് RCC ഡിസൈൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടെക്സ്റ്റ്, ഈ 3 ടെക്സ്റ്റാണ് KTU പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എടുത്താൽ പോരെ അല്ലെങ്കിൽ വാങ്ങിയാൽ പോരെ എന്ന് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ അല്ല. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 6 മാത്രമേ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. കാരണം മൊഡ്യൂൾ നമ്പർ 6 നമുക്ക് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിന് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുള്ളൂ. നേരെ മറിച്ച് ഈ 2 ടെക്സ്റ്റിലും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിനെ പറ്റി പറയുന്നില്ല. ഇനി ഇതിൻ്റെ അകത്ത് 2 എണ്ണത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വാങ്ങിച്ചാൽ മതി. പക്ഷേ ഇത് 3 കൂടി കൂട്ടിയാലും നമ്മുടെ ഈ സിലബസ് കംപ്ലീറ്റ്ലി ഫില്ലാവുള്ളൂ. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിനെ റെഫർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലെക്ചേഴ്സ് വരുന്നത്. പക്ഷേ ടെക്സ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ലെക്ചർ സീരീസിൽ നമ്മൾ എല്ലാ ടോപ്പിക്കും, തിയറി ആണെങ്കിലും ഡിസൈൻ പ്രൊസീജിയർ ആണെങ്കിലും ഡീറ്റെയിലിംഗ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം കവർ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ IS കോഡാണ് വേണ്ടത്, അതാണ് ഈ കൊടുത്തേക്കുന്നത്. IS 456 നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ DCS 1 യൂസ് ചെയ്ത IS 456 ഇവിടെ ആവശ്യമുണ്ട്. IS 875, അതുപോലെ IS 1343, IS 3370, SP 16 ചാർട്ട്, SP 34. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കോഡുകളാണ് നമുക്ക് എക്സാമിന് പെർമിറ്റഡ് ആയിട്ടുള്ളതും റെഫറൻസ് ബുക്കായിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് IS 456, SP 16 ചാർട്ട്, പിന്നെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ കോഡുമാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് ആ ചാപ്റ്റർ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കോളംസ് ആണ് പറയുന്നത്. കോളംസ്. അപ്പോൾ കോളംസിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. SP 16 ചാർട്ട് യൂസ് ചെയ്ത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലെ ഡിസൈനാണ്. അതിൻ്റെ അകത്ത് 3 കേസസ് പഠിക്കാനുണ്ട്. കോളം സബ്ജക്റ്റഡ് ടു യൂണി ആക്സിയൽ ബെൻഡിങ്, കംപ്രഷൻ ആൻഡ് യൂണി ആക്സിയൽ ബെൻഡിങ്, ഇതാണ് കേസ് നമ്പർ 1. അടുത്തത് കോളം സബ്ജക്റ്റഡ് ടു ആക്സിയൽ ആൻഡ് ബയാക്സിയൽ ബെൻഡിങ്, ഇതാണ് കേസ് നമ്പർ 2. അതേപോലെ മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ സ്ലെൻഡർ കോളം. സ്ലെൻഡർ കോളം എന്ന് പറഞ്ഞാൽ ലോങ് കോളമാണ്. അപ്പോൾ ഈ 3 ടൈപ്പ് കോളത്തിൽ നമുക്ക് 3 കാറ്റഗറീസാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ബയാക്സിയൽ ബെൻഡിങ്ങിൻ്റെ കേസ്, യൂണിയാക്സിയൽ ബെൻഡിങ്ങിൻ്റെ കേസ്,
മൂന്നാമത്തത് സ്ലെൻഡർ കോളം. ഇതെല്ലാം നമുക്ക് ഡിസൈൻ പ്രൊസീജിയർ അറിഞ്ഞിരിക്കണം, ഡിസൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇനി ഡിസൈൻ ചെയ്യേണ്ടത് SP16 ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് ഫൂട്ടിംഗ് ഡിസൈനാണ്. ഫൂട്ടിംഗ് ഡിസൈൻ. അപ്പോൾ ഫൗണ്ടേഷൻ ടൈപ്സ്, അതിൻ്റെ കുറച്ച് തിയറി വരും. ഫൗണ്ടേഷൻ്റെ ഡിസൈനുണ്ട്. അതിനകത്ത് യൂഷ്വലി ചോദിക്കുന്നത് റെക്റ്റാങ്കുലാർ ഫൂട്ടിങ്ങും സർക്കുലാർ ഫൂട്ടിങ്ങും ട്രപ്പീസോഡൽ ഫൂട്ടിങ്ങുമാണ് യൂഷ്വലി ചോദിക്കുന്നത്. ഓക്കെ. അടുത്തത് തേർഡ് മൊഡ്യൂളിൽ വരുന്നത് റീറ്റെയിനിങ് വാൾസാണ്. റീറ്റെയിനിങ് വാൾസ്. അപ്പോൾ റീറ്റെയിനിങ് വാൾസിൻ്റെ കുറച്ച് തിയറി വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വാൾ, ഫോഴ്സസ് ആക്ടിങ് ഓൺ റീറ്റെയിനിങ് വാൾ, അങ്ങനെ കുറച്ച് തിയറീസ് വരുന്നുണ്ട്. അതുപോലെ ഡിസൈൻ ഉണ്ട്, ഡിസൈൻ പ്രൊസീജിയറും പഠിക്കാനുണ്ട്, ഡീറ്റെയിലിംഗ് ഉൾപ്പെടെ. റീറ്റെയിനിങ് വാൾ സിമ്പിളാണ്, പക്ഷേ കുറച്ച് ലെങ്തി പ്രൊസീജിയറാണ്. ഓക്കെ. അടുത്ത ഫോർത്ത് മൊഡ്യൂളിൽ നിങ്ങൾക്ക് 2 ഹെഡിങ്സാണ് വരുന്നത്. സർക്കുലാർ സ്ലാബും പഠിക്കാനുണ്ട്, അതേപോലെ ഡോംസും പഠിക്കാനുണ്ട്. സ്പെരിക്കൽ ആൻഡ് കോണിക്കൽ ഡോംസ്. അപ്പോൾ സർക്കുലാർ സ്ലാബും വരുന്നുണ്ട്, സ്പെരിക്കൽ ആൻഡ് സർക്കുലാർ ഡോംസും വരുന്നുണ്ട്. അപ്പോൾ ഫോർത്ത് മൊഡ്യൂളിൽ 2 ടോപ്പിക്കായിരിക്കും വരുന്നത്. ഓക്കെ. അടുത്ത ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വാട്ടർ ടാങ്കിൻ്റെ ഡിസൈനാണ്. ഡിസൈൻ ഓഫ് വാട്ടർ ടാങ്ക്. അതിൻ്റെ അത് റെക്റ്റാങ്കിളും പഠിക്കണം, സർക്കുലാർ വാട്ടർ ടാങ്കും പഠിക്കണം. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ, സിക്സ്ത് മൊഡ്യൂളിൽ നമുക്ക് ഫുള്ളി പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ അകത്ത് കുറച്ച് തിയറി ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്, മെത്തേഡ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്, പിന്നെ ലോസസ് ഇൻ പ്രീ സ്ട്രെസ്സിങ്. അതുകൂടാതെ കുറച്ച് അനാലിസിസും ഉണ്ട്. പ്രീ സ്ട്രെസ് ബീംസിൻ്റെ, അതിൻ്റെ റെക്റ്റാങ്കിൾ ആൻഡ് ഐ സെക്ഷൻ ഷേപ്പ്, അതിൻ്റെ കുറച്ച് അനാലിസിസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സിമ്പിളാണ് പ്രീ സ്ട്രെസ്സിങ്. ഇത്രയാണ് നമുക്ക് സിലബസിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, 3 മണിക്കൂറാണ് ഡ്യൂറേഷൻ. പാർട്ട് എ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ടോട്ടൽ 3 ക്വസ്റ്റ്യനാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്ത് 2 ഫുൾ ക്വസ്റ്റ്യൻ എഴുതണം. ക്വസ്റ്റ്യനും 15 മാർക്ക് വെച്ചിട്ട്. സിമിലർലി പാർട്ട് ബി എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 3ഉം മൊഡ്യൂൾ 4ഉം കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 3 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിൻ്റെ അകത്ത് 2 ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 15 മാർക്ക് വെച്ചിട്ടായിരിക്കും. ഇനി പാർട്ട് സിയിൽ മൊഡ്യൂൾ 5ഉം മൊഡ്യൂൾ 6ഉം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സ് വീതമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈച്ച് പാർട്ട് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് എന്തായാലും 15-ൻ്റെയോ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കമ്പൾസറി ആയിട്ട് ചോദിക്കും. ഇനി ആ ഓരോ ക്വസ്റ്റ്യനും മാക്സിമം 4 സബ് ഡിവിഷൻസ് വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ചിലപ്പോൾ ABCD അങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഡിസൈനാണ് ചോദിക്കുന്നതെങ്കിൽ മിനിമം 10 മാർക്കിനെങ്കിലും ചോദിക്കും ഡിസൈൻ. തിയറി ആണെങ്കിൽ ചിലപ്പോൾ 5 മാർക്ക് അങ്ങനെ ആ രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഓവറോൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ പാസ്സാകാൻ എളുപ്പമാണ്. കാരണം ഓരോ മൊഡ്യൂളിലും മെയിനായിട്ട് ഒരു ഡിസൈനാണ് വരുന്നത്. ഡിസൈൻ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ജയിക്കാം, പാസ്സാകാം. ഒരു 60 മാർക്കൊക്കെ DCS2-ന് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ കോൺസ്റ്റൻ്റായിട്ട് ഇതൊന്ന് മനസ്സിലാക്കുക. പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി പോകണം. ക്ലാസ്സിൽ വരുന്ന അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട. കോഡ് ബുക്കിൽ ഏത് ഇക്വേഷനാണ് ഉള്ളത്, അതിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്താണ്, അത് മനസ്സിലാക്കി നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൻ്റെ 60 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. നല്ല സ്കോർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് പഠിക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചും കഴിവിനനുസരിച്ചും ഇരിക്കുക. നമ്മളെന്തായാലും 100 മാർക്കിനുള്ള ലെക്ചേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിപ്പിക്കും. ഷോർട്ടാക്കിയൊന്നുമല്ല, ഡീറ്റെയിൽഡ് ആക്കി തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇതാണ് സിലബസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1ൽ എന്താണ് കോളംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അപ്പോൾ കോളം നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. സർക്കുലാർ കോളംസ് ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സർക്കുലാർ കോളം ഉണ്ടാവും, റെക്റ്റാങ്കുലാർ കോളം ഉണ്ടാവും, സ്ക്വയർ കോളംസും ഡിസൈൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതേപോലെ കോളത്തിൻ്റെ ഡിസൈൻ വരുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് മോഡ്യൂളിൽ ഫൂട്ടിംഗ് ആണ് വരുന്നത്. ഫൗണ്ടേഷൻ ഡിസൈൻ. ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്, കോളം നേരെ കണക്ട് ചെയ്തിരിക്കുന്ന പാർട്ട് അല്ലെങ്കിൽ കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വരുന്ന ലോഡിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഫൗണ്ടേഷനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ 2-3 ടൈപ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിങ്സും ഓവറോൾ വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ട്രപ്പീസോയിഡൽ ഷേപ്പ്, ഇതാണ് റെക്റ്റാങ്കുലർ ടൈപ്പ്. ഇപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പറയാം.
ജസ്റ്റ് ഓവറോൾ ഫോട്ടോ എന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് റീറ്റെയിനിങ് വാളാണ്. ഓക്കെ, എന്താണ് റീറ്റെയിനിങ് വാൾ? റീറ്റെയിനിങ് വാൾ എന്ന് പറയുമ്പോൾ സോയിലിനെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ മിക്കവാറും സോയിലായിരിക്കും. അപ്പോൾ ആ സോയിൽ ഇത്രയും ഹൈറ്റിൽ റീറ്റെയിൻ ചെയ്ത് സ്റ്റേബിളായിട്ട് നിർത്താൻ വേണ്ടി, അതായത് മണ്ണൊലിച്ചൊന്നും പോകാതെ നിർത്താൻ വേണ്ടി. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇത് ഇവിടെ മുഴുവൻ സോയിലാണ്. ഇവിടുത്തെ ഗ്രൗണ്ട് ലെവൽ ഇവിടെയും, ഇവിടുത്തെ ഗ്രൗണ്ട് ലെവൽ ഇവിടെ. ഇപ്പോൾ നമ്മളിവിടെ റീറ്റെയിനിങ് വാൾ വെച്ചില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകും. അപ്പോൾ അതിന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബാരിയറാണ് റീറ്റെയിനിങ് വാൾ. അടുത്തത് ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് സർക്കുലർ സ്ലാബാണ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. സർക്കുലർ സ്ലാബ്, ഇതിൻ്റെ അകത്തൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സർക്കുലർ സ്ലാബ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡോം, ഈ ഗോപുരം, ചില മുസ്ലിം പള്ളി ഇതിൻ്റെയൊക്കെ മുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കേർവ്ഡ് സ്പെരിക്കൽ ഷേപ്പിൽ കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ഡോം എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ചെറിയൊരു പ്രൊജക്ഷനും കാണും. ഈ ഒരു ഷേപ്പ് സ്ട്രക്ചറിനാണ് നമ്മൾ ഡോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മൊഡ്യൂൾ 4 വരുന്നത്. മൊഡ്യൂൾ 5 നമുക്ക് റെക്റ്റാങ്കുലർ വാട്ടർ ടാങ്ക് ആണ് വരുന്നത്. റെക്റ്റാങ്കുലർ വാട്ടർ ടാങ്ക്, റെക്റ്റാങ്കിൾ മാത്രമല്ല സർക്കുലർ വാട്ടർ ടാങ്കും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് വരും. ബേസിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. ലാസ്റ്റ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിനെ ഏറ്റവും സിമ്പിളായിട്ട് ഓർത്തിരിക്കാനുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ താഴെ യൂസ് ചെയ്യുന്ന, അതായത് റെയിൽവേ ലൈനിൻ്റെ ഏറ്റവും താഴെ യൂസ് ചെയ്യുന്ന ഈ ഒരു മെമ്പർ, ഇത് ശരിക്കും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് റെയിൽവേ സ്ലീപ്പേഴ്സ് എന്നാണ്. റെയിൽവേയുടെ റെയിൽ ക്യാരി ചെയ്യുന്ന ഈ ഒരു മെമ്പർ, കോൺക്രീറ്റ് മെമ്പർ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ റെയിൽവേ സ്ലീപ്പർ എന്നാണ് പറയുന്നത്. ഇതല്ലാതെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഈ ഒരു സബ്ജക്റ്റ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2-ൻ്റെ സിലബസ് നോക്കി, അതിൻ്റെ ക്രെഡിറ്റ് നോക്കി, റെഫറൻസ് ബുക്ക്, IS കോഡുകൾ നോക്കി, ഓരോ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും ക്വസ്റ്റ്യൻ പാറ്റേണും നോക്കി. ഓക്കെ,